ഹായ് ഓൾ, ഇത് തന്നെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ആക്കിയെടുക്കുന്നത്. ഹലോ ഗായ്സ്. അപ്പോൾ ഞാനും തന്നെയും കൂടിയിട്ട് ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് പാസ്ത. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് തമ്മിലൊന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ടേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. 15 മിനിറ്റ് വേവിച്ച് അപ്പോൾ തന്നെ കുട്ടി പറഞ്ഞ പോലെ ഇത് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബട്ടറും എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയാൽ അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പം ജസ്റ്റ് നോക്കിയിട്ട് പാൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ടേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ജസ്റ്റ് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് മയോണൈസ് ചേർത്താം. അത് തന്നുവിൻ്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് മയോണൈസ്. അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മയോണൈസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി നമുക്ക് ഇതിലോട്ടേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് ബീഫ് ഇട്ട് വെച്ച ബീഫ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ട പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.